പണത്തിനും സുഖത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കുന്നവനൊക്കെ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി ഹി മേ ബി കില്ലർ. അവർ കില്ലറായിട്ട് മാറും, അവർ കൊലപാതകമായിട്ട് മാറും, മക്കൾ പോലും മാറും, നശിപ്പിക്കുന്നതിനോട്ട് മാറും, അയന്ത്രം നശിപ്പിക്കും, വീട് നശിപ്പിക്കും, സ്വന്തം ജീവിതം പോലും നശിപ്പിക്കും. ഇവിടെ കാണാൻ പറ്റും കായൻ പിന്നെ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പോലും ആഗ്രഹിക്കുകയെ. അതാണ് ഈ തലമുറയുടെ ഏറ്റവും വലിയ ദുരന്തം. ഇതാണ് ഈ ദുരന്തം വരാതിരിക്കാൻ പ്രാർത്ഥന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ഓരോരുത്തരെയും അണക്കര മരിയൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഈ പ്രധാന ആൾത്താരിൽ നിന്ന് നൽകപ്പെടുന്ന കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ദൈവജനത്തിലേക്ക് കർത്താവിൻ്റെ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഹനത്തിൻ്റെ നാളുകളിൽ രോഗങ്ങളാകാം, സാമ്പത്തിക തകർച്ചകളാകാം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാകാം, ഇതിൻ്റെയൊക്കെ നടുവിലൂടെ പോകുന്ന ദൈവമക്കളെ നാം കർത്താവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ നാളുകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ദൈവം നമ്മളെന്നും ദൂരെയൊന്നുമല്ല. കർത്താവ് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. സങ്കീർത്തനം 34:18 പറയുന്ന വചനം നമുക്കറിയാം. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പം ദൈവം ഏറ്റവും കൂടുതൽ വേദനയിലിരിക്കുന്ന ആളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ കർത്താവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സങ്കീർത്തനൻ പറയുക. ഏറ്റവും കൂടുതൽ വേദനയിരിക്കുന്ന ഒരാളുടെ അടുക്കലാണ് ഏറ്റവും കൂടുതൽ ഈശോ ഇരിക്കുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ രോഗിയായൊരു കുഞ്ഞുണ്ടെങ്കിൽ എപ്പോഴും രാത്രിയും പകലും അമ്മയും അപ്പനും ഇടയ്ക്കിടയ്ക്ക് എല്ലാ കുഞ്ഞിനെ നോക്കുകയെ. കാരണം രോഗിയാണ് ആ കുഞ്ഞ്, അതുകൊണ്ട് നോക്കും, എപ്പോഴും നോക്കും. രോഗമില്ലാത്തതാണെങ്കിൽ പിന്നെ വല്ലപ്പോഴൊക്കെ അപ്പനമ്മയും നോക്കുകയുള്ളൂ. രോഗിയായ കുഞ്ഞിനെ നോക്കുകയെ. ഇതിനെ ചൊല്ലി വീട്ടിൽ മൂത്ത കൊച്ചും ഇളയ കുട്ടിയും തമ്മിൽ തല്ലുകൂടും നമ്മൾ കണ്ടിട്ടുണ്ട്. മൂത്തവൻ പറയും, അമ്മയ്ക്ക് ഇപ്പം എന്നോട് സ്നേഹമൊന്നുമില്ല, അമ്മ ഇപ്പം എന്നെ നോക്കുന്നൊന്നുമില്ല, എപ്പോഴും അവനെയാണ് അമ്മ നോക്കുന്നത്. അവൻ പറയും, അവൻ രോഗിയല്ലേടാ, നീ അത് മനസ്സിലാവും, അവൻ രോഗിയല്ല, നീയും കൂടി അവനെ നോക്ക്. ഇതാണ് ലോകത്തുള്ള മാതാപിതാക്കൾ രോഗികളോടും വേദനിക്കുന്നവരോടും കാണിക്കുന്നെങ്കിൽ നമ്മുടെ യഥാർത്ഥ ദൈവം കർത്താവായ ഈശോ മിശിഹാ അങ്ങനെ വേദനയിരിക്കുന്ന മക്കളുടെ അടുക്കൽ എപ്പോഴും ഉണ്ട്. അവരുടെ കൂടെയുണ്ട്, അവരുടെ മുറിയിലുണ്ട്, അവർ തനിച്ച് യാത്ര ചെയ്യുമ്പോഴുണ്ട്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ബലി. വേദനിക്കുന്ന മനസ്സ്, ആ വേദനയിലൂടെ ഉണ്ടാകുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ കണ്ണുനീരിൽ കിടക്കുന്നൊരു പ്രാർത്ഥന, അതാണ് ദൈവത്തിൻ്റെ മുമ്പിലെ വലിയൊരു ബലിയർപ്പണം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് കയറി വരാം. 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വചനം. എന്നാൽ കർത്താവിൻ്റെ വാത്സല്യ ഭാജനങ്ങളായ സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശ നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സൽപ്രവർത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛൻ നിങ്ങൾക്ക് നൽകിയ വചനത്തിൻ്റെ ബാക്കി തന്നെ നൽകാനായിട്ടും ഇനിയും ആഗ്രഹിക്കുകയാണ്. അതായത് സഹനങ്ങളെ എടുക്കേണ്ടത് ദൈവ രാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ഈശോയുള്ള സ്നേഹത്തെ പ്രതി സഹനങ്ങൾ എടുക്കാനുള്ള വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കും. സഹനങ്ങൾ ഒരിക്കലും നമ്മൾ നിരാശയോടെയോ ഭയത്തോടെയോ ഉത്കണ്ഠയോടെ കാണാതെ അത് ദൈവരാജ്യത്തിന് വേണ്ടി എടുത്ത സഹനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഈ സഹനത്തിൻ്റെ വഴിയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ടുള്ള ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ സഹനങ്ങളുടെയൊക്കെ രഹസ്യം പഠിക്കുമ്പോൾ അവരെല്ലാം എടുക്കുന്നത് ഒരു ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ സമൂഹത്തിന് ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് ഉള്ളിൽ ദൈവമല്ല, പണത്തിനൊന്നാ സ്ഥാനം കൊടുത്തു. അതാണ് ഇന്നത്തെ മനുഷ്യൻ തകരാൻ കാരണം. ദൈവത്തിന് പകരം പണമാണവൻ. മാമോനെ ആരാധിക്കുന്നു. ഒരുപക്ഷെ പള്ളി പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനം കൂടുന്നുണ്ട്, കൺവെൻഷന് പോകുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളില് ദൈവത്തിന് സ്ഥാനം കൊടുത്തിട്ടില്ല, ഈശോയെ കണ്ടറിഞ്ഞിട്ടില്ല, ദൈവാനുഭവം ഇല്ല. ശരിക്കുള്ള ദൈവാനുഭവം ഉള്ളവന്
പാപം ചതിക്കാൻ പറ്റില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇത് നമ്മളിന്ന് ഒത്തിരി പേര് കണ്ണിപ്പൊടിയിടുക. ആ കണ്ണിപ്പൊടിയിടലല്ല ആധ്യാത്മികത. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമകളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഈശോ, അപ്പോൾ സഹനങ്ങളുടെ നടുവിൽ ദൈവത്തെ ഏറ്റുപറയാൻ നിനക്കിടയാണ്. ഇന്നച്ഛന് നിനക്ക് നൽകാൻ പോകുന്ന വചനം പ്രധാനപ്പെട്ട വചനമാണ്. അതായത് 5-ാമത്തെ കൽപ്പനയാണ്, കൊല്ലരുത് എന്നുള്ള ദൈവകൽപ്പന. 5-ാമത്തെ കൊല്ലരുത് എന്നുള്ള കൽപ്പന. അത് ഇവിടെ നമുക്കറിയാം, വചനത്തിൽ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഏറ്റവും വലിയൊരു വചനമാണ് 1 യോഹന്നാൻ 3:15. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, കൊലപാതകിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്കറിയാം, ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ കായൻ്റെയും ആബേലിൻ്റെയും ജീവചരിത്രം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, അവിടെ അതായത് 2 മുതൽ, പിന്നീട് അവൾ കായൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായൻ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായൻ തൻ്റെ വിളവിലൊരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടുത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. അത് കായേനെ അത്യധികം കോപിപ്പിച്ചു. അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നെന്ത്? നിൻ്റെ മുഖം വാടിയിരിക്കുന്ന എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാരനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്ക് തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഇവിടെ സഹോദരൻ, അതായത് കായൻ തൻ്റെ ആബേലിനെ കൊല്ലുന്നതിൻ്റെ കാരണം ശരിക്കും അവൻ നല്ലത് ചെയ്യാത്തതുകൊണ്ടല്ലേ. ശരിക്കും അവൻ ചെയ്യേണ്ടതായിരുന്നു, അവൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാതിരുന്നുകൊണ്ടാണ് അവൻ ഒരു കൊലപാതകത്തിലേക്ക് പോകുന്നത്. മാരക പാപം ചെയ്യുന്ന മുഴുവൻ ആളുകൾ ചേർത്ത് അവൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്തതുകൊണ്ടാണ്. അവൻ തൻ്റെ വിളവുകളിലെ നല്ല ഭാഗം ദൈവത്തിന് കൊടുക്കുന്നില്ല. അവൻ കൊടുക്കുന്നത് ഏറ്റവും മോശമായ ഭാഗം കൊടുക്കുന്നു. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്തവനെല്ലാം ഭൂമിയിൽ കായേൻ്റെ മക്കളായിട്ട് മാറും. കായൻ ചെയ്ത പോലത്തെ പ്രവർത്തികൾ ചെയ്യും. കായനെ പോലെ ആയിട്ട് കടുത്ത നിരാശ, ഡിപ്രഷന് ഒക്കെ വരും. അതായത് ഇവിടെ ദൈവത്തിന് 1-ാം സ്ഥാനം. ഇവിടെ ആബേലാകട്ടെ പണത്തിന് ദൈവത്തിന് സമ്പത്ത് കൊടുത്തു. അവന് ആടുമാടുകളെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആടുകളുണ്ട്. അതിലെ കടിഞ്ഞൂലുകളെ ഏറ്റവും നല്ലതിനെ എടുത്തിട്ട് ഏറ്റവും നല്ല ഭാഗം എടുത്ത് ദൈവത്തിന് കൊടുക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പാപം ഉണ്ടാകുന്നില്ല. പാപം ഉണ്ടാകുന്നതിൻ്റെ കാരണം മനുഷ്യനിന്ന് ദൈവത്തിനെതിരെ, സഹോദരങ്ങൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, സഭയ്ക്കെതിരെയൊക്കെ പോകുന്ന മുഴുവൻ ജീവിതങ്ങളും നോക്കിയോ. കുറ്റം പറയുന്നവരും വിമർശിക്കുന്നവരൊക്കെ നോക്കിക്കോ. കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും. നമുക്കിന്ന് സമൂഹത്തോട് ഇറങ്ങുമ്പോൾ എന്തെല്ലാം പേടിക്കുന്നു. കാരണം ഒറ്റ പ്രശ്നമുള്ളൂ, ഇന്നത്തെ സമൂഹം കൊടുക്കുന്നൊരു അപകടമായൊരു പ്രബോധനമുണ്ട്. ലോകം ഉണ്ടാക്കുക പണം 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 പണം. അതുകൊണ്ടോട് ബിസിനസ്, സ്ഥാനമാനം, നേട്ടങ്ങള്, അഡ്രസ്സോ ഡോക്ടറാകണം, നിന്റെ മോള് ഡോക്ടറാകണം, നിന്റെ മോന് ഡോക്ടറാകണം, നിന്റെ മോന് സയന്റിസ്റ്റ് ആകണം, നിന്റെ മോന് പ്രസിഡന്റ് ആകണം, അതാകണം. ഈ ഓട്ടമാണ് അവനെ കൊണ്ട് കായേനെ പോലുള്ള പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്. അതാരെ വേണേലും കൊല്ലും. സ്വന്തം അപ്പനെ വേണേൽ കൊല്ലും, അമ്മയെ കൊല്ലും, മകനെ കൊല്ലും, മകളെ കൊല്ലും, കൈപിടിച്ചുയർത്തുന്ന എല്ലാവരും. ജപം വൈദികരെ കൊല്ലും, സന്യസ്തരെ കൊല്ലും, ജീവിതം മുഴുവൻ കൊല്ലും. അവന് വിളച്ച പ്രവർത്തിയും ആരെ വേണം നശിപ്പിക്കും. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും നശിപ്പിക്കും. കാരണം 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്തവനെല്ലാം പാപം ചെയ്തിരിക്കും. ദൈവത്തെക്കാളും സ്ഥാനം ആർക്കെല്ലാം നീ കൊടുക്കുന്നു. അപ്പോൾ നീ അറിയാതെ അറിഞ്ഞു, ഇന്നല്ല നാളെ നിന്നിൽ നിന്ന് കായേൻ്റെ പോലത്തെ ഒരു പ്രവൃത്തി ഉണ്ടാകും. നീ ആരെ ചതിക്കും? വേറൊരു ഭാര്യയെ നീ നശിപ്പിക്കും, വേറൊരാളുടെ ഭർത്താവിനെ നശിപ്പിക്കും, വേറൊരാളുടെ മക്കളെ നശിപ്പിക്കും, നിന്റെ മക്കളെ നശിപ്പിക്കും, പണം നശിപ്പിക്കും, എല്ലാവരും നശിപ്പിക്കും. കാരണം 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്തവൻ അറിയാവുന്നത് നശിപ്പിക്കാൻ അറിയത്തുള്ളൂ, ഇല്ലാതാക്കാൻ അറിയത്തുള്ളൂ. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവൻ ഒരിക്കലും ആരും നശിപ്പിക്കില്ല. ഇവിടെ കായം നോക്കിക്കേ, അവൻ നശിപ്പിക്കുന്നവനല്ല, അവൻ മരിക്കുന്നുണ്ട്. പക്ഷെ അവന് പേടിക്കേണ്ട, അവൻ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവൻ മരിച്ചു കഴിയുമ്പോൾ ദൈവകരങ്ങളിലേക്ക് ഉയർത്തപ്പെടും. കായനിൽ പാപം വരുന്നതിന് കാരണം 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ പണത്തിനും സുഖത്തിനും സ്ഥാനമാനത്തിനും 1-ാം സ്ഥാനം കൊടുത്തു. ആബേലാകട്ടെ തൻ്റെ ജീവിതത്തിലുള്ള മുഴുവൻ സമ്പത്തും, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, പക്ഷേ ആ സമ്പത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം മുഴുവൻ ദൈവത്തിന് കൊടുക്കും. ദൈവത്തെ ശരിക്കും ആ സമ്പത്ത് ഉണ്ടാക്കി തന്നെ, അല്ലെങ്കിൽ പക്ഷെ ആടുമാടുകളെ വളർത്തി തന്നെ
വായിക്കുമ്പോൾ തോന്നും ദൈവത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, സുവിശേഷത്തിന് വേണ്ടിയാണ് അവൻ സമ്പത്തുണ്ടാക്കിയത്. അതാണ് അവനും കായനും തമ്മിൽ വ്യത്യാസം. കായൻ സമ്പത്തുണ്ടാക്കിയത് അവന് വേണ്ടിയാ, അവന് സുഖിക്കാൻ വേണ്ടിയാ, അവന് കിടന്നുറങ്ങാൻ വേണ്ടിയാ. അതാണ് അവൻ ഈ കായൻ അതുകൂട്ട് പ്രവർത്തികൾ അവൻ്റെ മുഖം കറുത്തു എന്ന് പറയും. മുഖം കറുത്തു. അവൻ്റെ മുഖത്തെപ്പോഴൊരു അവനൊരു വെറുപ്പിൻ്റെ അരൂപിയുണ്ട്, പകയുടെ അരൂപിയുണ്ട്. ആരെയും നശിപ്പിക്കാനുള്ള പ്രവണത, സ്വന്തം സഹോദരങ്ങളെ എല്ലാം. അതാണ് ഇത്. ചിലപ്പോൾ ചിലക്ക് കത്തിയെടുത്ത് അവരനെ കൊല്ലാൻ ചിലക്ക് പേടിയായതുകൊണ്ടായിരിക്കും നാവ് കൊണ്ട് കൊല്ലും, ശപിച്ചും തെറി വിളിച്ചും അപവാദം പറഞ്ഞും ഒക്കെ കൊല്ലും. ലോകത്ത് നടക്കുന്നത് മുഴുവൻ പല പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം ഉണ്ടായത് ഇതാണ്. പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ കൊലപാതകങ്ങളുണ്ടാകും. ചില മതവിശ്വാസങ്ങളിൽ പോലും കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ശരിക്കും അവിടെയെല്ലാം പ്രശ്നം ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തിട്ടില്ല. ആരായാലും അവിടെയെല്ലാം കാണും പണത്തിനാണ് സ്ഥാനം. പണത്തിനും സുഖത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കുന്നവനൊക്കെ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി ഹി മേ ബി കില്ലർ. അവർ കില്ലറായിട്ട് മാറും, കൊലപാതകയായിട്ട് മാറും, മക്കൾ പോലും മാറും, നശിപ്പിക്കുന്നതിനോട്ട് മാറും, അയന്ത്രം നശിപ്പിക്കും, വീട് നശിപ്പിക്കും, സ്വന്തം ജീവിതം പോലും നശിപ്പിക്കും. ഇവിടെ കാണാൻ പറ്റും കായൻ പിന്നെ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പോലും ആഗ്രഹിക്കുകയെ. അതാണ് ഈ തലമുറയുടെ ഏറ്റവും വലിയ ദുരന്തം. ഇതാണ് ഈ ദുരന്തം വരാതിരിക്കാൻ അതുകൊണ്ടാണ് വചനം പറയുന്നത്, നല്ലത് ചെയ്യുന്നില്ലെങ്കിലും പാപം വാതിൽക്ക്, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്ക് തന്നെ പതിയിരിപ്പുണ്ടെന്ന് നീ ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. അത് നിന്നെ അതാണ് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടാകില്ല. അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ ഓർക്കണം, പാപം വാതിൽക്ക് തന്നെ ചുറ്റുമുണ്ട്. നിന്നെ നശിപ്പിക്കുന്ന വ്യക്തികളും പാപത്തിന് ഇഷ്ടം പോലെ പാപം. ഇതിന് സൗകര്യമല്ലേ ഏത് പാപം ചെയ്യാവുന്ന കാലഘട്ടം. വ്യഭിചാരമോ വേശ്യാലയമോ മദ്യപാനോ എല്ലാത്തിനും ഒന്നാം സ്ഥാനം കൊടുത്ത് പോവുകയാണ്. എല്ലാത്തിനും ഓടി നടക്കുക. പക്ഷെ ഇവരെല്ലാം കിടക്കുന്ന ഒരു കൊലപാതകത്തിൻ്റെ സ്പിരിറ്റുണ്ട്. ഒന്നെങ്കിൽ മറ്റൊരാളെ ഭാര്യയെ നശിപ്പിക്കും. അത് കൊലപാതകം കൊന്നുകളയുക മാത്രമല്ല, കൊന്നുതള്ളുക മാത്രമല്ല, അല്ലാതെ തന്നെ നശിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. നന്മയെ നശിപ്പിക്കുന്നു. ഇത്തരം ആളുകൾ നന്മയെ നശിപ്പിക്കും, വിശുദ്ധരെ നശിപ്പിക്കും, കർത്താവിൻ്റെ അഭിഷിക്തരെ നശിപ്പിക്കും, പരിശുദ്ധ കുർബാന നശിപ്പിക്കും, ബ്ലാക്ക് മാസിൻ്റെ ഗ്രൂപ്പുകളിൽ പോവുക, സാത്താൻ്റെ ആരാധനയ്ക്ക് പോവുക. ഇതെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്തവന്. ഇവിടെ ദൈവം അല്ലെങ്കിൽ കായേനെ അനുഗ്രഹിക്കാത്തല്ല, കായേനിലേക്ക് അനുഗ്രഹം വരാത്തതാണ്. ആ വരാത്തതിൻ്റെ കാരണം അവൻ ദൈവത്തിന് അടുക്കലേക്ക് വരുന്നില്ല, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ കായേനും ആബേലും ആത്മമിത്രങ്ങളായിട്ടും സ്നേഹിതരായിട്ടും ജീവിതകാലം മുഴുവൻ കഴിയാൻ ദൈവം കൃപ കൊടുത്തവനെ. പക്ഷേ മനുഷ്യനിലോട്ട് കയറുന്ന ഈ തിന്മയതാണ്. അവൻ ചില സമയത്ത് അവൻ പിശാച് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിതച്ചത് ദൈവത്തെക്കാൾ സ്ഥാനം നീ പഴത്തിന് സുഖത്തിന് കൊടുക്കണം. പഴമുണ്ടല്ലോ, ആ കനിയുണ്ടല്ലോ, ആ കണ്ണിന് കുളിർമ നൽകുന്ന, ആസ്വാദം നൽകുന്ന ലോകത്തിൻ്റെ സുഖങ്ങൾ, നേട്ടങ്ങൾ, കളറുകൾ, ഗാംഭീര്യതയുടെ അഡ്രസ്സിൻ്റെ സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് പോകാൻ പറയേ. അതിലേക്ക് നിന്നെ ക്ഷണിക്കുന്നത് ലോകമാണ്, പാപമാണത്. അത് ഓടി മാറിയാൽ ഇത് രക്ഷപ്പെടും. അത് തിരിച്ചറിയുക. ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ ഈ തലമുറ തീർന്നു പോവുകയെ. പലതരത്തിൽ എന്തേലും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ചിലർക്ക് വീടുണ്ട്, വസ്തുവുണ്ട്, മക്കളുണ്ട്, നല്ല വസ്ത്രങ്ങളുണ്ട്, നല്ല സ്വർണ്ണാഭരണങ്ങളുണ്ട്, ഒരു കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ തകർന്നു പോകുന്ന കാണാൻ പറ്റും. ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുക്കാത്തവനെല്ലാം അറിഞ്ഞു അറിയാതൊക്കെ ഒരു കായൻ്റെ പകരക്കാരായിട്ട് മാറിക്കൊണ്ട് കൊലപാതകങ്ങളുടെ നെയ്ച്ചുകൾ നശീകരണത് അവിടെയാണ്. ആ ഒരു മേഖല മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. അതുകൊണ്ട് ആഴമേറിയൊരു മാനസാന്തരം നമ്മുടെ ആത്മാവിൽ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. റോമാലേഖനത്തിൻ്റെ 2:28-29 വചനം പറയുന്ന പോലെ, ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ, ബാഹ്യമായി നടക്കുന്ന പരിച്ഛേദനമല്ല യഥാർത്ഥ പരിച്ഛേദനം, ആന്തരികമായി യഹൂദനായിരിക്കുന്നവന് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അവന് പ്രതിഫലം ലഭിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിനൊന്നാം സ്ഥാനം. അതുകൊണ്ടാണ് ഈശോ വചനത്തിൽ പറയുന്നത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വചനം വായിക്കുമ്പോൾ, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് പറയാം. എങ്കിലേ നിനക്ക് പാപം ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ, എങ്കിലേ നിനക്ക് വളർച്ച ഉണ്ടാകുള്ളൂ, എങ്കിൽ നിനക്കെല്ലാം ഉണ്ടാകും. നീ സമ്പത്തുണ്ടാക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് വളർച്ച. അതാണ്, അതിനു വേണ്ടിയാണ്. ആബേലിൻ്റെ സമ്പത്തിൻ്റെ ആബേൽ വളർത്തുമൃഗങ്ങൾ വളർത്തുമ്പോൾ, ആടുമാടുകളെ വളർത്തുമ്പോൾ അവൻ്റെ ലക്ഷ്യം അത് ഏറ്റവും നല്ലതെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും നല്ല ഭാഗമെടുത്ത് ദൈവത്തിന് കൊടുക്കാനുള്ള അതിനുവേണ്ടി ചെയ്യുന്നു. പക്ഷേ നേരെ മറിച്ച് കായേൻ്റെ അപകടം,
അവൻ പണം ഉണ്ടാക്കുന്നു, അവന് വേണ്ടി. ഇത് ലോകാരൂപിയ. ഇതിനകത്ത് കിടക്കുമ്പോൾ അപകടം കൂടും. ഇതിനകത്താണ് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സത്യവിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും. അപ്പോൾ സഹനമുണ്ടാകും. മുമ്പ് ഒരിക്കൽ അച്ഛൻ പറഞ്ഞ പോലെ ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ പീഡകൾ സഹിക്കേണ്ടത്. പീഡകൾ സഹിക്കേണ്ടത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള അപ്പോൾ നേരായ വഴികൾ പോകുമ്പോൾ ചിലപ്പോൾ പണത്തിൻ്റെ അളവ് കുറയും. ചിലപ്പോൾ വലിയ വീട് പണിയാൻ, വലിയ മുഴുപ്പി പണിയാൻ പറ്റണമെന്നില്ല, ചെറുതാകും. അങ്ങനെ മാറുമ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ കാരണം നിനക്കുണ്ടാകണം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത്? ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി. സുവിശേഷം എല്ലാവരും അറിയാൻ വേണ്ടി, ഈശോയുടെ സ്നേഹം സകല മനുഷ്യർ അറിയാൻ വേണ്ടി. ഈശോയാണ് സത്യം. നിത്യജീവനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ തീരുമാനം എടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ആബേലുമാർ കൊല്ലപ്പെടും. അതാണ്, നിഷ്കളങ്കരെ ഒരുപാട് ജീവിതങ്ങൾ നശിപ്പിക്കും. പക്ഷേ അവനൊന്നും സംഭവിക്കില്ല. ഈശോ മിശിഹാ നമുക്കറിയാം, പുതിയ നിയമത്തിൻ്റെ കാൽവരിയിൽ കിടക്കുന്ന ആബേൽ മരിക്കുന്ന, ലോകത്തിന് വേണ്ടി, മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി മരിക്കുന്ന ഈശോയെ കാണണേ. അതുതന്നെയാണ് ആ ഈശോയുടെ രക്തം. അതാണ്. പക്ഷെ അത് നീതിമാൻ്റെ രക്തമാണ്. നീതിമാൻ്റെ മരണം കർത്താവിൻ്റെ സന്നിധിയിൽ വിലപ്പെട്ടതാണെന്ന് സങ്കീർത്തനം 116 പറയുന്നുണ്ടല്ലോ. സങ്കീർത്തനത്തിൽ 116 പറയും, നീതിമാൻ്റെ മരണം കർത്താവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വിലയേറിയ കാര്യമാണ്. അതാണ് സങ്കീർത്തനം 116 15, 16 വചനം പറയും, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. അങ്ങനെ അബേലിനെ പോലെ മരിക്കണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടേ മരിക്കാവുള്ളൂ. പണത്തെക്കാളും ജീവിതത്തിലുള്ള എല്ലാത്തിനേക്കാളും ഒന്നാം സ്ഥാനം ഈശോ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ലോകം നിന്നെ കൊല്ലും. ലോകത്ത് കായന്മാരുണ്ട്. ലോകത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നയാൾ, പണത്തിനും സുഖത്തിനും വിദ്യാഭ്യാസത്തിനും സ്ഥാനമാനങ്ങൾക്കും അവർ നിന്നെ കൊല്ലും. പക്ഷെ പേടിക്കൊന്നും വേണ്ട, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ.